കഴിഞ്ഞ ടോപ്പിക്കിന് തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്ത ഒരു കണ്ടക്ടറിലുള്ള ഇലക്ട്രോണുകൾക്ക് റാൻഡം മോഷൻ ആണുള്ളത്. എന്നുവെച്ചാൽ ഒരു പ്രത്യേക ദിശയിലല്ല മോഷൻ, തോന്നിയ ദിശയിലാണ് മോഷൻ. ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടക്ടറിന്റെ രണ്ട് എൻഡുകൾക്കിടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരെൻഡ് പോസിറ്റീവ് പൊട്ടൻഷ്യലും ഹയർ പൊട്ടൻഷ്യലും മറ്റെൻ്റെ നെഗറ്റീവ് പൊട്ടൻഷ്യലും, ഈ എൻ്റെ എ ആണെന്നും ഇത് ബി ആണെന്നും വിചാരിക്കുക. കണ്ടക്ടറിൽ ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ടാവാനുള്ള കാരണം, അതിൻ്റെ മെക്കാനിസം നമ്മൾ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. ആറ്റങ്ങളിൽ നിന്നും, മെറ്റലിലെ ആറ്റങ്ങളിൽ നിന്നും ഇലക്ട്രോണുകൾ ഫ്രീ ആവുന്നതുകൊണ്ടാണ്. മെറ്റലിലെ ആറ്റങ്ങളിൽ നിന്നും ഇലക്ട്രോണുകൾ ഫ്രീ ആയി കഴിഞ്ഞാൽ ആ ആറ്റങ്ങൾ പോസിറ്റീവ് അയോണുകളായി മാറും. അത്തരം ചില പോസിറ്റീവ് അയോണുകളെയാണ് ഈ വലിയ സർക്കിളും അവയ്ക്കിടയിൽ അതിൻ്റെ ഉള്ളിലുള്ള പോസിറ്റീവ് ചാർജും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവയെല്ലാം പോസിറ്റീവ് അയോണുകളാണ് എന്ന് വിചാരിക്കും. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ ഇലക്ട്രോണുകൾക്കെല്ലാം ഒരു വെലോസിറ്റി വലത്ത് നിന്ന് ഇടത്തോട്ട്, എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇലക്ട്രോണുകളെല്ലാം ഒരു വെലോസിറ്റി അക്വയർ ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം ഫ്രീ ഇലക്ട്രോണുകൾ, ഈ ചെറിയ ഡോട്ടുകളെല്ലാം ഫ്രീ ഇലക്ട്രോണുകളാണ് എന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ അങ്ങനെ ഇലക്ട്രോണുകൾ അക്വയർ ചെയ്ത വെലോസിറ്റി കാരണം അവ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റ് ആണ് നമ്മൾ എടുക്കുന്നതായിരിക്കും. ആ ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ ഈ പോസിറ്റീവ് അയോണിനെ പോയി ഇടിച്ചു, ഒരു കൊളീഷൻ നടന്ന് വീണ്ടും അയാൾ അവിടെ വെറുതെ നിൽക്കില്ല, വീണ്ടും അയാൾ സഞ്ചരിക്കാൻ തുടങ്ങും. കാരണം ഇലക്ട്രിക് ഫീൽഡ് അയാളെ ഇവിടുന്ന് ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇലക്ട്രോൺ ഈ കൊളീഷൻ നടന്ന പോയിന്റിൽ നിന്നും വീണ്ടും സഞ്ചരിക്കാൻ തുടങ്ങും. അങ്ങനെ സഞ്ചരിച്ച് അയാൾ അടുത്ത പോസിറ്റീവ് അയോണിനെ കണ്ടുമുട്ടുമ്പോൾ അടുത്ത കൊളീഷൻ നടക്കും. അപ്പോൾ ഇയാൾ ആദ്യത്തെ ഇലക്ട്രോൺ നമ്പർ 1 ആണ്, ഇലക്ട്രോൺ നമ്പർ 1 എന്ന് വിചാരിക്കാം. ഇലക്ട്രോൺ നമ്പർ 1 അയാളുടെ ഒന്നാമത്തെ കൊളീഷന് ശേഷം രണ്ടാമത്തെ കൊളീഷൻ നടക്കുന്നത് വരെ T1 സെക്കൻഡ് ആണ് സഞ്ചരിക്കാൻ എടുത്ത സമയം എന്ന് വിചാരിക്കും. ഇതേപോലെ രണ്ടാമതൊരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രോൺ ആദ്യത്തെ കൊളീഷന് ശേഷം ആദ്യത്തെ കൊളീഷൻ നടന്നു കഴിഞ്ഞു. ഇയാൾ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നു തുടക്കത്തിൽ വിചാരിക്കാം. ഇവിടുന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു കൊളീഷൻ നടന്നു. ആ കൊളീഷന് ശേഷം അയാൾ ഈ ദിശയിൽ സഞ്ചരിച്ചു, ഇലക്ട്രിക് ഫീൽഡ് കാരണം ഈ ദിശയിൽ സഞ്ചരിച്ചു. ഇവിടെ എത്തിയപ്പോൾ അടുത്ത കൊളീഷൻ നടന്നു വിചാരിക്കാം. രണ്ടാമത്തെ ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നും ഇവിടെ എത്താൻ എടുത്ത സമയം T2 സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം. മൂന്നാമതൊരു ഇലക്ട്രോൺ അയാൾ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ ഇലക്ട്രോൺ ഇവിടുന്ന് ഇവിടെ എത്തിയപ്പോൾ ആദ്യത്തെ കൊളീഷൻ നടന്നു. ഈ സമയത്ത് അയാളുടെ വെലോസിറ്റി 0 ആയി മാറി. വെലോസിറ്റി 0 ആയി മാറിയതിൽ നിന്നും വീണ്ടും ഇൻക്രീസ് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ അയാൾ ഈ പോസിറ്റീവ് അയോണുമായിട്ട് കൊളീഷൻ നടത്തുന്നതായിരിക്കും. അപ്പോൾ തേർഡ് ഇലക്ട്രോൺ അയാളുടെ ആദ്യത്തെ കൊളീഷനും രണ്ടാമത്തെ കൊളീഷനും ഇടയ്ക്ക് സഞ്ചരിക്കാൻ എടുത്ത സമയം T3 സെക്കൻഡ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ മെറ്റലിനകത്ത് N ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് വിചാരിക്കും. ആദ്യത്തത്, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അങ്ങനെ എണ്ണിയ N ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കും. ഓരോ ഫ്രീ ഇലക്ട്രോണും ആദ്യത്തെ കൊളീഷനും രണ്ടാമത്തെ കൊളീഷനും ഇടയിൽ, ഇനി ഞാൻ ഈ ആദ്യത്തെ കൊളീഷനും രണ്ടാമത്തെ കൊളീഷനും ഇടയിൽ നിന്നുള്ള ആദ്യത്തത് രണ്ടാമത്തേന്ന് ഒഴിവാക്കുകയാണ്. ഒരു കൊളീഷനും അടുത്ത കൊളീഷനും ഇടയിൽ, അടുത്ത കൊളീഷനും ഇടയിൽ ആദ്യത്തെ ഇലക്ട്രോൺ സഞ്ചരിക്കാനെടുത്ത സമയം T1 സെക്കൻഡ് ആണ് വിചാരിക്കുക. രണ്ടാമത്തെ ഇലക്ട്രോൺ ഒരു കൊളീഷനും അടുത്ത കൊളീഷനും ഇടയിൽ സഞ്ചരിക്കാനെടുത്ത സമയം T2 ആണ് വിചാരിക്കുക. മൂന്നാമത്തെ ഇലക്ട്രോൺ ഒരു കൊളീഷനും അടുത്ത കൊളീഷനും ഇടയിൽ സഞ്ചരിക്കാനെടുത്ത സമയം T3 ആണെന്ന് വിചാരിക്കുക. nth ഇലക്ട്രോൺ ആദ്യത്തെ കൊളീഷനും രണ്ടാമത്തെ കൊളീഷനും ഇടയിൽ സഞ്ചരിക്കാനെടുത്ത സമയം Tn ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ we can calculate an average time taken by a free electrons to travel between two successive collisions. രണ്ട് കൊളീഷനുകൾക്കിടയ്ക്ക് ഇലക്ട്രോൺ സഞ്ചരിക്കാൻ എടുത്ത സമയങ്ങളുടെ ഒരു ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റും. This average time is represented as tau. So tau is equal to T1 plus T2 plus etc. plus Tn by n. This is the average time taken by electrons to travel between two successive collisions. And this time interval is called the relaxation time.
ഈ ടൈം ഇന്റർവെലിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് വിളിക്കുന്നത്. സോ റിലാക്സേഷൻ ടൈം ഈസ് ദ ടൈം ആവറേജ് ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. എന്താ സക്സസീവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം? അടുത്തടുത്തുള്ള. ഒന്നാമത്തെയും രണ്ടാമത്തെയും സക്സസീവ് ആണ്, രണ്ടാമത്തെയും മൂന്നാമത്തെയും സക്സസീവ് ആണ്, ഒന്നാമത്തെയും മൂന്നാമത്തെയും സക്സസീവ് അല്ല. അത് ക്ലിയർ ആയി ഉണ്ടാവും വിചാരിക്കും. ഇനി എന്തുകൊണ്ടാണ് ഈ ടൈം ഇന്റർവെലിനെ റിലാക്സേഷൻ ടൈം എന്ന് വിളിക്കുന്നത്? ഒരു കൊളീഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആഘാതമാണ്. സ്വതന്ത്രമായി ഇലക്ട്രിക് ഫീൽഡിന്റെ സ്വാധീനം കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോൺ ഒരു കൊളീഷൻ നടക്കുക എന്ന് പറയുമ്പോൾ അയാൾ ഒരു ആഘാതത്തിന് വിധേയമാണ്. ആ ആഘാതത്തിൽ നിന്നുമുള്ള ഫ്രീഡമാണ് അടുത്ത കൊളീഷൻ. ഫ്രീഡം സ്റ്റേറ്റ്, ആഘാതത്തിൽ നിന്നും സ്വതന്ത്രനായ അവസ്ഥയാണ്. ഇടിയുടെ ആഘാതത്തിൽ നിന്നും സ്വതന്ത്രമായ അവസ്ഥയാണ് ആദ്യത്തെ കൊളീഷനും രണ്ടാമത്തെ കൊളീഷന്റെ ഇടയിലുള്ള സമയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൊളീഷൻ നടക്കുമ്പോഴത്തേക്ക് അയാൾ വീണ്ടും ആഘാതത്തിലായി. അപ്പൊ ഇയാളുടെ സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷനാണ് ആദ്യത്തെ കൊളീഷനും രണ്ടാമത്തെ കൊളീഷനും ഇടയിലുള്ള അവസ്ഥ. ആ ടൈം ആയതുകൊണ്ടാണ്, ആ ടൈമുകളുടെ ആവറേജ് ആയതുകൊണ്ടാണ്, അത്തരം ടൈമുകളുടെ എല്ലാം ആവറേജ് ആയതുകൊണ്ടാണ് ഈ ടൈം ഇന്റർവെലിനെ റിലാക്സേഷൻ ടൈം എന്ന് വിളിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഫ്രീ ഇലക്ട്രോണും പോസിറ്റീവ് അയോണുകളും തമ്മിലുള്ള കൊളീഷൻ മാത്രമേ വരച്ചിട്ടുള്ളൂ. അത്തരം കൊളീഷനുകൾ മാത്രമാണ് സംഭവിക്കുക അല്ല. ഫ്രീ ഇലക്ട്രോണുകളും അയോണുകളായി മാറാത്ത ആറ്റങ്ങളും മെറ്റലിനകത്തുണ്ട്, അവരും നമ്മൾ കൊളീഷൻ നടത്താം. ഒരു ഫ്രീ ഇലക്ട്രോണും മറ്റൊരു ഫ്രീ ഇലക്ട്രോണും തമ്മിലൊക്കെ കൊളീഷൻ നടക്കാം. അപ്പൊ അതൊക്കെ അവയുടെ എല്ലാം കൂടെ ആവറേജ് വാല്യൂ ആണ് റിലാക്സേഷൻ ടൈം എന്ന് അറിയുന്നത്. സോ റിലാക്സേഷൻ ടൈം ഈസ് ദ ആവറേജ് ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. അടുത്തടുത്ത രണ്ട് കൊളീഷനുകൾക്കിടയിലുള്ള ആവറേജ് ടൈം ഇന്റർവെലിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് വിളിക്കുന്നത്. ഇനി ഇലക്ട്രോണുകൾ ഈ കേസിൽ ബിയിൽ നിന്നും എയിലേക്ക് സഞ്ചരിക്കാൻ കാരണം ആ ദിശയിൽ ഒരു കോമ്പണന്റ് വെലോസിറ്റി കിട്ടിയാൽ നിങ്ങൾക്കറിയാം. ആ കോമ്പണന്റ് വെലോസിറ്റി കൊടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് പറയാം. ഇലക്ട്രിക് ഫീൽഡ് എവിടെ നിന്ന് അങ്ങോട്ടായിട്ട് എന്ന് തൊട്ട് മുമ്പത്തെ ഡിസ്കഷൻ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് പൊട്ടൻഷ്യലിൽ നിന്നും നെഗറ്റീവ് പൊട്ടൻഷ്യലിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഹയർ പൊട്ടൻഷ്യൽ ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ക്യാപിറ്റൽ ഇ ആണ് എന്ന് വിചാരിക്കുക. ഇനി ഒരു കൊളീഷൻ നടക്കുമ്പോൾ ഇവിടുന്നാണ് ഈ ഫസ്റ്റ് ഇലക്ട്രോൺ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അത് ഇവിടെ എത്തിയപ്പോൾ ആദ്യത്തെ കൊളീഷൻ നടന്നു. ആദ്യത്തെ കൊളീഷൻ നടത്തിയപ്പോൾ അയാളുടെ വെലോസിറ്റി സീറോയിലേക്ക് ചുരുങ്ങി. അതായത് ആദ്യത്തെ ഇലക്ട്രോണിന്റെ വെലോസിറ്റി സീറോയിലേക്ക് കുറഞ്ഞു ആദ്യത്തെ കൊളീഷൻ നടത്തിയ സമയത്ത്. ആ സീറോ വെലോസിറ്റിയിൽ നിന്നും അയാളുടെ വെലോസിറ്റി മെല്ലെ ഈ ദിശയിൽ പോകുന്ന സമയത്ത് അയാളുടെ വെലോസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കാം. എന്തുകൊണ്ടാണ് വെലോസിറ്റി കൂടുന്നത്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അപ്പോൾ ഇലക്ട്രോണുകളുടെ വെലോസിറ്റി സീറോയിൽ നിന്ന് മെല്ലെ കൂടി വരികയാണ്. എന്നിട്ട് അയാളുടെ വെലോസിറ്റി അടുത്ത കൊളീഷൻ നടത്തുന്നതിന് തൊട്ട് മുമ്പ് V1 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഇലക്ട്രോണിന്റെ വെലോസിറ്റി സീറോയിൽ നിന്നും V1ലേക്ക് ഇൻക്രീസ് ചെയ്തു. ആദ്യത്തെ ഇലക്ട്രോണിന്റെ വെലോസിറ്റി സീറോയിൽ നിന്നും V1ലേക്ക് ഇൻക്രീസ് ചെയ്തു. എത്ര സമയം കൊണ്ട്? T1 സെക്കൻഡ് കൊണ്ട്. ഇതേപോലെ രണ്ടാമത്തെ ഇലക്ട്രോണിന്റെ വെലോസിറ്റി സീറോയിൽ നിന്നും V2ലേക്കാണ് ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കുക. എത്ര സമയം കൊണ്ട്? സീറോയിൽ നിന്നും V2ലേക്ക് രണ്ടാമത്തെ ഇലക്ട്രോണിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തത് T2 സെക്കൻഡ് കൊണ്ടാണ്. മൂന്നാമത്തെ ഇലക്ട്രോണിന്റെ വെലോസിറ്റി സീറോയിൽ നിന്നും അടുത്ത കൊളീഷൻ നടന്നതിന് തൊട്ട് മുമ്പേ V3 ആയി മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ സീറോയിൽ നിന്നും V3 ആയി മാറാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ ഇലക്ട്രോൺ T3 സെക്കൻഡ് എടുത്തെന്ന് വിചാരിക്കും. അപ്പൊ ഒന്നാമത്തെ ഇലക്ട്രോൺ വെലോസിറ്റി സീറോയിൽ നിന്നും V1ലേക്ക് എത്തിക്കാൻ T1 സെക്കൻഡ് എടുത്തു. രണ്ടാമത്തെ ഇലക്ട്രോൺ വെലോസിറ്റി സീറോയിൽ നിന്നും V2ലേക്ക് എത്തിക്കാൻ T2 സെക്കൻഡ് എടുത്തു. മൂന്നാമത്തെ ഇലക്ട്രോണിന്റെ വെലോസിറ്റി സീറോയിൽ നിന്നും V3ലേക്ക് എത്താൻ വേണ്ടിയിട്ട് T3 സെക്കൻഡ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വെലോസിറ്റികൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആക്സിലറേഷൻ ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു. ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺ, ഈ ഇലക്ട്രോണിന്റെ ആക്സിലറേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് നിങ്ങൾക്കൊരു സംഗതി അറിയാം. ഒരു പോയിന്റിൽ വെച്ചിരിക്കുന്ന ചാർജ് Q ആണ്. ആ പോയിന്റിലായിട്ട് ഇന്ന് ഇലക്ട്രിക് ഫീൽഡ് E ആണെങ്കിൽ ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ദ ചാർജ് ഇസ് ഈക്വൽ ടു Q ഇൻറ്റു E. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. യൂണിറ്റ് ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇൻറ്റു ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് കിട്ടും. ഇത് നമ്മൾ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാൻ പോകും. ഈ ഇലക്ട്രോണുകൾക്ക് ഓരോന്നിനും അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് E ആണ്. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് സ്മോൾ e ആണെന്ന് വിചാരിക്കാം. ഇലക്ട്രോണിന്റെ മുകളിലായിട്ട് ഇന്ന് ഇലക്ട്രിക് ഫീൽഡ് ക്യാപിറ്റൽ E ആണ്. സോ വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ഈച്ച് ഇലക്ട്രോൺ? ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ഈച്ച് ഇലക്ട്രോൺ ഈക്വൽ ടു ഇലക്ട്രോണിക് ചാർജ് ഇൻറ്റു E. അപ്പൊ ഇതിലുള്ള ഓരോ ഇലക്ട്രോണിനും ഇവിടുന്ന് ഇങ്ങോട്ട്, ഈ ദിശയിൽ നിന്ന് ഇങ്ങോട്ട് ഓരോ ഇലക്ട്രോണിന്റെ മുകളിൽ മാറ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സ്മോൾ e ഇൻറ്റു ക്യാപിറ്റൽ E ആണ്. അപ്പോ ആ ഫോഴ്സിന്റെ ഇലക്ട്രോണിനെ
ഒരു പ്രത്യേക ദിശയിൽ സഞ്ചരിപ്പിക്കുന്ന ഫോഴ്സിന്റെ വാല്യൂ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ന്യൂട്ടൺ സെക്കൻഡ് ലോയിലേക്ക് വരാം. ഇലക്ട്രോണിന്റെ മാസ് എം ആണ് എന്ന് വിചാരിക്കാം. ഓരോ ഇലക്ട്രോണിന്റെയും മാസ് എം ആണെന്ന് വിചാരിക്കാം. ഓരോ ഇലക്ട്രോണിന്റെയും ആക്സിലറേഷൻ, ഇവിടെ ആക്സിലറേഷൻ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. 0-ൽ നിന്നും V1ലേക്ക്, 0-ൽ നിന്നും V2ലേക്ക്, 0-ൽ നിന്നും V3ലേക്ക്. ഇനി nth ഇലക്ട്രോൺ ആണെങ്കിൽ അതിന്റെ വെലോസിറ്റി 0-ൽ നിന്നും Vnലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. അതിനെടുത്ത സമയം Tn സെക്കൻഡ് ആണെന്നൊക്കെ വിചാരിക്കാം. അപ്പം ഓരോ ഇലക്ട്രോണിനും ആക്സിലറേഷൻ ഉണ്ട്. ആ ആക്സിലറേഷന്റെ വാല്യൂ, ഫസ്റ്റ് ഇലക്ട്രോണിന്റെ ആക്സിലറേഷന്റെ വാല്യൂ എ ആണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഇലക്ട്രോണിന്റെ ആക്സിലറേഷന്റെ വാല്യൂ എ, അതിന്റെ മാസ് എം ആണെങ്കിൽ അതിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. F=m×a ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് രണ്ട് വിധത്തിൽ നമ്മൾ കണ്ടുപിടിച്ചു. ഒന്ന് കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്, ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച് മാസ് ഇൻടു ആക്സിലറേഷൻ ആണ് ഒരു വസ്തുവിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്. ഈ കൊല്ലം ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ച് നമ്മൾ അതേ ഫോഴ്സിനെ വീണ്ടും കണ്ടുപിടിച്ചു. F=E×E. And therefore mass into acceleration is equal to E/E, or acceleration of the first electron is equal to electronic charge into electric field divided by m. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കൂ. electronic charge is a constant, mass of the electron is a constant. നിങ്ങൾ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് ഒരു സെല്ല് ഉപയോഗിച്ച് ഒരു DC സോഴ്സ് കാരണമാണെങ്കിൽ ആ കേസിൽ ഇലക്ട്രിക് ഫീൽഡും കോൺസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇലക്ട്രോണിന്റെ ആക്സിലറേഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചെങ്കിലും അതൊരു കോൺസ്റ്റന്റ് ആണ്. ഇതേപോലെ നിങ്ങൾ സെക്കൻഡ് ഇലക്ട്രോണിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിച്ച് നോക്കൂ. സെക്കൻഡ് ഇലക്ട്രോണിന്റെ ആക്സിലറേഷൻ ഇത് തന്നെയാണ് ഇക്വേഷൻ വരിക. സെക്കൻഡ് ഇലക്ട്രോണിന്റെ മാസ് എം ആണ്, അതിന്റെ ആക്സിലറേഷൻ A2 അല്ലെങ്കിൽ A' ആണെങ്കിൽ അതിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സെക്കൻഡ് അനുസരിച്ച് ഇതാണ്. അതേപോലെ ഈ ഇലക്ട്രോണിന്റെ സെക്കൻഡ് ഇലക്ട്രോണിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ക്യാപിറ്റൽ ഇയും അതിന്റെ മുകളിൽ അതിന്റെ ചാർജ് സ്മോൾ ഇയും ആണെങ്കിൽ ഫസ്റ്റ് ഇലക്ട്രോണിന്റെ അതേ ചാർജ് തന്നെ സെക്കൻഡ് ഇലക്ട്രോൺ ഉണ്ടാവുക. അപ്പൊ അതിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് E/E ആണ്. എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ സെക്കൻഡ് ഇലക്ട്രോൺ ഈക്വൽ ടു E/E/m. Therefore, mass into A' equal to E/E, or acceleration of the second electron equal to E/E divided by m. എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ കിട്ടിയ ഫസ്റ്റ് ഇലക്ട്രോണിന് കിട്ടിയ അതേ ആക്സിലറേഷൻ തന്നെയാണ് സെക്കൻഡ് ഇലക്ട്രോണിനും കിട്ടുന്നത്. ഇതിങ്ങനെ പരിശോധിക്കണമെന്നില്ല, ഈ ഇക്വേഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ ഫസ്റ്റ് ഇലക്ട്രോണിനെ സെക്കൻഡ് ഇലക്ട്രോണിനൊക്കെ വേർതിരിക്കുന്ന നമ്പറുകളായ 1ഉം 2ഉം 3ഉം ഒന്നും കയറി വന്നിട്ടില്ല, എല്ലാം കോൺസ്റ്റന്റുകളാണ്. വിച്ച് മീൻസ് ദാറ്റ് ആക്സിലറേഷൻ ഓഫ് ഓൾ ഇലക്ട്രോൺസ് ബിറ്റ്വീൻ സക്സസീവ് കൊളീഷൻസ് ഈസ് ദ സെയിം. ഇലക്ട്രോണുകൾ സക്സസീവ് കൊളീഷനുകൾക്കിടയിൽ സഞ്ചരിക്കുമ്പോൾ അവയുടെ ആക്സിലറേഷൻ സെയിം ആണ്, കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ദാറ്റ് ആക്സിലറേഷൻ is given by A is equal to small e into capital E/m. ഇനി ഫസ്റ്റ് ഇലക്ട്രോണിലേക്ക് തന്നെ തിരിച്ചു വരാം. ഫസ്റ്റ് ഇലക്ട്രോണിന്റെ വെലോസിറ്റി ഒരു കൊളീഷൻ നടന്ന് അടുത്ത കൊളീഷൻ എത്തുന്നത് വരെയുള്ള ഈ സഞ്ചാരമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ആ സഞ്ചാരത്തിലെ ഇനീഷ്യൽ വെലോസിറ്റി u1 ആണെങ്കിൽ u1 = 0 ആണ്. കാരണം ഒരു കൊളീഷൻ നടന്ന് ഇവിടെ എത്തിയ ഇലക്ട്രോണിന് ആദ്യത്തെ കൊളീഷൻ കിട്ടിയപ്പോഴത്തേക്ക് അതിന്റെ വെലോസിറ്റി 0ലേക്ക് മാറിയിട്ടുണ്ട്. ആ വെലോസിറ്റിയിൽ നിന്നാണ് പിന്നെ അതിന്റെ വെലോസിറ്റി V1ലേക്ക് ഇൻക്രീസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ കൊളീഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ കൊളീഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പേ നടക്കുന്ന സമയത്ത് അയാളുടെ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി u ഈക്വൽ ടു ഫസ്റ്റ് ഇലക്ട്രോൺ ആയതുകൊണ്ട് u1 = 0 ആണ്. ഫൈനൽ വെലോസിറ്റി V = ഫസ്റ്റ് ഇലക്ട്രോണിന്റെ ഫൈനൽ വെലോസിറ്റി V1 ആണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഇലക്ട്രോൺ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു കഴിഞ്ഞുള്ള അർത്ഥമല്ല, ഒന്നാമത്തെ കൊളീഷന് രണ്ടാമത്തെ കൊളീഷന്റെ ഇടയിലുള്ള സഞ്ചാരം കഴിയുമ്പോൾ അയാളുടെ വെലോസിറ്റി എന്ന് വെച്ചാൽ അയാൾ ആദ്യത്തെ രണ്ട് കൊളീഷനുകൾക്കിടയിൽ അക്യൂർ ചെയ്ത മാക്സിമം വെലോസിറ്റി V1 ആണ് വിചാരിക്കുക. എത്ര ടൈം കൊണ്ടാണ് ഇത്രയും വെലോസിറ്റി കൈവരിച്ചത്? T1 സമയം കൊണ്ടാണ്. എത്ര ആക്സിലേഷനിലാണ് സഞ്ചരിച്ചത്? A is equal to E/m ആക്സിലേഷനിലാണ് സഞ്ചരിച്ചത്. യുവും വിയും ടിയും എയും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാം. എന്താ ബന്ധം? V is equal to u plus at. ഇപ്പൊ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് V is equal to u plus at. That is final velocity acquired by the first electron when it makes the next collision. Second collision is given by V1 equal to u ന്റെ സ്ഥാനത്ത് u1 കൊടുക്കുക equal to 0 ആണ്, പ്ലസ് a യുടെ സ്ഥാനത്ത് E/m കൊടുക്കുക E/m into T1. ടൈമിന്റെ സ്ഥാനത്ത് ഫസ്റ്റ് ഇലക്ട്രോൺ സഞ്ചരിക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് T1 ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഇലക്ട്രോൺ
ആദ്യത്തെ കൊളീഷനും രണ്ടാമത്തെ കൊളീഷനും ഇടയിൽ സഞ്ചരിക്കുമ്പോൾ സെക്കൻഡ് ഇലക്ട്രോൺ രണ്ടാമത്തെ കൊളീഷന് തൊട്ട് മുമ്പായിട്ട് കൈവരിച്ച മാക്സിമം വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. V2 ഈക്വൽ ടു സിമ്പിൾ ആണ്, ഇതൊന്നും ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. E/, എല്ലാവരുടെയും ആക്സിലറേഷൻ സെയിം ആണെന്ന് നേരത്തെ നമ്മൾ കണ്ടതാണ്. E/m ഇൻറ്റു ടൈം പക്ഷേ വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ ഇലക്ട്രോൺ സഞ്ചരിച്ച സമയവും ആദ്യത്തെ ഇലക്ട്രോൺ സഞ്ചരിച്ച സമയവും വ്യത്യാസമുണ്ട്. Similarly, the velocity acquired by the maximum velocity acquired by the third electron just before the second collision is given by V3 is equal to E/m into T3 and so on. അങ്ങനെയാണെങ്കിൽ ഇതിൽ n ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ, ഈ മെറ്റലിനകത്ത് n ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ the velocity acquired by the nth free electron just before it makes the next collision is given by Vn equal to E/m into Tn. ഓരോ ഇലക്ട്രോണും അടുത്ത കൊളീഷൻ, രണ്ട് കൊളീഷനുകൾക്കിടയിൽ ഓരോ ഇലക്ട്രോണുകളും കൈവരിച്ച മാക്സിമം വെലോസിറ്റിയുടെ വാല്യൂസ് ആണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദി ആവറേജ് ഓഫ് ഓൾ ദീസ് വെലോസിറ്റീസ്. VAV ഈക്വൽ ടു എന്താ വരിക, V1 പ്ലസ് V2 പ്ലസ് എക്സെട്ര പ്ലസ് Vn ഡിവൈഡഡ് ബൈ n, വിച്ച് ഇസ് ഈക്വൽ ടു ഓരോന്നിൻ്റെയും വാല്യൂസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എല്ലാത്തിലും കോമൺ ആയിട്ട് E/m ഞാനിപ്പോൾ ഓരോന്ന് വാർത്ത എഴുതാം. E/m V1 പകരം E/m ഇൻറ്റു T1 പ്ലസ് V2 പകരം E/m ഇൻറ്റു T2 പ്ലസ് എക്സെട്ര പ്ലസ് Vn പകരം E/m ഇൻറ്റു Tn ഹോൾ ഡിവൈഡഡ് ബൈ n. ആവറേജ് velocity acquired between two successive collisions, VAV equal. Now this is equal to എല്ലാത്തിലും കോമൺ ആയിട്ട് ആരാ, E/m ഉണ്ട്. സോ E/m ഇൻറ്റു T1 പ്ലസ് T2 പ്ലസ് എക്സെട്ര പ്ലസ് Tn ഹോൾ ഡിവൈഡഡ് ബൈ n. വാട്ട് ഈസ് T1 പ്ലസ് T2 പ്ലസ് എക്സെട്ര പ്ലസ് Tn ബൈ n? The relaxation time, that is the average velocity acquired between two successive collisions is equal to VAV, which is equal to E/m into tau. ഞാനൊന്ന് ഇപ്പുറത്തേക്ക് മാറ്റി എഴുതാം. ദി ആവറേജ് വെലോസിറ്റി അക്വയേർഡ് ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്, ദി ആവറേജ് വെലോസിറ്റി അക്വയേർഡ് രണ്ട് കൊളീഷനുകൾക്കിടയ്ക്ക് കൈവരിച്ച വെലോസിറ്റികളുടെ ആവറേജ് വാല്യൂ VAV is equal to E/m into tau, where tau is a relaxation time, E is electronic charge, capital E is applied electric field, m is the mass. Now this average velocity which is acquired between two successive collisions is known as the drift velocity. ഈ വെലോസിറ്റിയെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ദിസ് വെലോസിറ്റി ഈസ് കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. എന്താ ഡ്രിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒഴുകുക എന്നാണ് ഡ്രിഫ്റ്റിന്റെ അർത്ഥം. ഇവിടെ ഒഴുകുന്നുണ്ട് ഇലക്ട്രോണുകൾ, ആ വലത്തുവശത്തു നിന്നും ഇടത്തോട്ട് ഇലക്ട്രോണുകൾ ഒഴുകുന്നുണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾ ഈ വരച്ച ഡയഗ്രത്തിലെ വെലോസിറ്റികളെല്ലാം ഇലക്ട്രിക് ഫീൽഡ്, ഈ കാൽക്കുലേഷൻ ഉപയോഗിച്ചിരിക്കുന്ന ക്വാണ്ടിറ്റികളെല്ലാം ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള വെലോസിറ്റികളെല്ലാം ഇലക്ട്രിക് ഫീൽഡ് കാരണം അക്വയർ ചെയ്ത വെലോസിറ്റികളാണ്. ഓക്കെ.